ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏറെക്കാലം ഞാൻ കാത്തിരുന്ന ഒരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലും ഭാരതീയ സങ്കല്പങ്ങളിലും താമരപ്പൂക്കൾക്ക് വളരെയേറെ പ്രാധാന്യമാണുള്ളത്. മഹാവിഷ്ണുവിന് ഭഗവാൻ ശിവൻ സുദർശന ചക്രം നൽകിയത് ലോകരക്ഷയ്ക്കായിട്ടാണ്. അതിനു പിന്നിലും നമ്മുടെ താമരപ്പൂവിൻ്റെ ഒരു ചെറിയ കഥയുണ്ട്. മഹാവിഷ്ണു 1008 താമരകൾ കൊണ്ട് ഭഗവാൻ ശിവന് അർച്ചന ചെയ്ത് ജപമാലയിൽ എണ്ണം പിടിക്കുക പതിവുണ്ടായിരുന്നു. ഒരു ദിവസം ഭഗവാൻ ശിവൻ വിഷ്ണുദേവനെ പരീക്ഷിക്കാനായി അതിൽ നിന്ന് ഒരു താമര എടുത്തു മാറ്റി. ജപം തുടങ്ങിയ മഹാവിഷ്ണു 1007 ആയപ്പോഴേക്കും താമരപ്പൂവ് തീർന്നുവെന്നും തൻ്റെ ജപം മുടങ്ങാതിരിക്കാനായി 1008ാമത്തെ പൂവിന് തൻ്റെ കണ്ണുകൾ പറിച്ച് ഭഗവാന് അർപ്പിച്ചുവെന്നും അതിൽ സംപ്രീതനായ ശിവഭഗവാൻ വിഷ്ണുദേവന് സുദർശനായുധം കൊടുത്തുവെന്നും പുരാണം പറയുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, വിഷ്ണു ഭഗവാന്റെ ഈ ഭക്തി നമുക്കും ഹൃദിസ്ഥമാക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നമ്മളെ തന്നെ സ്വയം ഭഗവാനിൽ അർപ്പിച്ചാൽ നമുക്ക് അതിൻ്റെ ഭഗവത് കടാക്ഷം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നമ്മുടെ വിഷ്ണു ഭഗവാന് സുദർശന ചക്രം ലഭിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് നമുക്ക് സകല സൗഭാഗ്യങ്ങളും കൈവരുന്നതാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ എൻ്റെ പുതിയ വെറൈറ്റി ഗ്രീൻ ആപ്പിളാണ്. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ഒരു പൂ വിടർന്ന് കിട്ടിയത്. ഇപ്പോൾ ഒരു ബഡുണ്ട്. 2 ടബിലായിട്ടാണ് ഞാൻ ഈ ഗ്രീൻ ആപ്പിൾ വളർത്തിയിരിക്കുന്നത്. ഇതിലും 2-3 ബഡുകളോളം വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്ലാന്റ് നല്ല മെച്യൂർ ആയതിനു ശേഷം മാത്രമേ ഇത് ബ്ലൂം ചെയ്യാറുള്ളൂ. ഇതൊരു തായ്ലൻഡ് വെറൈറ്റി കൂടിയാണ്. തായ്ലൻഡിൽ ഇത് സാറ്റാ ബഡ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിലെത്തിയപ്പോൾ ഇതിൻ്റെ ബഡിൻ്റെ ഷേപ്പ് കൊണ്ടും കളറ് കൊണ്ടും ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് അറിയപ്പെടുന്നു. തായ്ലൻഡിലെ സാറ്റാ ബഡാണ് നമ്മുടെ നാട്ടിലെ ഗ്രീൻ ആപ്പിളായി മാറിയത്. ഇത് നമുക്ക് നല്ല പ്യുവർ ട്രോപ്പിക്കൽ വെറൈറ്റി ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പൂക്കൾ നിറയെ തന്നുകൊണ്ടേയിരിക്കും. അത് കാരണം നമുക്ക് ഇത് റീപോർട്ട് ചെയ്യാതെ തന്നെ പൂക്കുമെന്നുള്ള കാരണത്താൽ തന്നെ നമുക്ക് ഇതിൻ്റെ ട്യൂബർ ലഭിക്കാറില്ല. ട്യൂബർ ഫോം ചെയ്യുന്നതിനായി 2-3 വർഷമെങ്കിലും നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിൻ്റെ റണ്ണറാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രോപ്പിക്കൽ വെറൈറ്റിയായ ഗ്രീൻ ആപ്പിളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.